വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ മകന്റെ മരണം ഉമ്മ ഷെമിയെ അറിയിച്ചു. ഇളയ മകൻ അഫ്സാന്റെ മരണവിവരമാണ് ഷെമിയെ അറിയിച്ചത്. സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ് ഷെമി ഇപ്പോഴും. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. അനന്തൻ, അഫ്സാൻ മരിച്ചു എന്നറിയിച്ചു, പക്ഷേ അഫാനാണ് കൊലപാതകി എന്നറിയിച്ചില്ല, അല്ലേ? മധു, വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടന്നിട്ട് ഇത്രയും ദിവസമായി. ഈ സമയത്തൊക്കെ മകന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ്, തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ഷെമി. ഷെമിയുടെ ആരോഗ്യനില ഇപ്പോൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഈ മരണങ്ങളോ കൊലപാതകങ്ങളോ ഒന്നും ഷെമിയെ അറിയിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഇളയ മകൻ അഫ്സാന്റെ മരണം പോലും അറിയിച്ചിരുന്നില്ല. പല ബന്ധുക്കളുമൊക്കെ വരുമ്പോൾ ഷെമി ഈ ഇളയ മകൻ അഫ്സാന്റെ കാര്യമാണ് നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴൊക്കെ ബന്ധുവീട്ടിലുണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയായിരുന്നു ബന്ധുക്കൾ. ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല ഈ സ്ഥലം സന്ദർശിക്കുകയും ഷെമിയൊക്കെ കാണുകയും ചെയ്തു. അപ്പോഴും ഇളയ മകൻ്റെ കാര്യം ചോദിച്ചു. ഇതിനുശേഷമാണ് ഡോക്ടർമാർ ഇളയ മകൻ്റെ മരണവിവരം അറിയിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അല്പസമയം മുമ്പ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം ഡോക്ടർമാരാണ് ഈ ഇളയ മകൻ അഫ്സാൻ മരിച്ചു എന്ന് ഷെമിയെ അറിയിച്ചത്. ഭർത്താവ് റഹീമിൻ്റെ കൂടി സാന്നിധ്യത്തിലാണ് ഈ വിവരം അറിയിച്ചത്. അപ്പോൾ തന്നെ പൊട്ടിക്കരയുകയും ഒക്കെ ചെയ്തു. മറ്റു കാര്യങ്ങളൊന്നും, എങ്ങനെയാണ് മരണം സംഭവിച്ചത്, മൂത്ത മകൻ അഫാൻ്റെ കൊലപാതക കാര്യങ്ങളൊന്നും അവരെ അറിയിച്ചില്ല. കാരണം അവരുടെ തലച്ചോറിൽ ഇപ്പോഴും ക്ഷതമുണ്ട്. കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ അത് താങ്ങാനുള്ള ഒരു ശേഷി അവർക്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഡോക്ടർമാർക്ക് ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് മറ്റു കാര്യങ്ങളോ വിശദാംശങ്ങളോ ഒന്നും അറിയിക്കാതെ ഇളയ മകൻ അഫ്സാൻ്റെ മരണവിവരം മാത്രം അവരെ അറിയിച്ചത്. അതോടുകൂടി വലിയ സങ്കടത്തിലേക്ക് ഷെമി മാറുകയും ചെയ്തു. ശരി, അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഉമ്മയെ ഇളയ മകൻ മരിച്ച വിവരം അറിഞ്ഞു. സ്വാഭാവികമായിട്ടും അവർക്ക് അവർക്ക് കാര്യങ്ങൾ ചിന്തിക്കാൻ എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ചുള്ള ഒരു ആധി കൂടിയായിരിക്കും ഇപ്പോഴും ഉണ്ടാവുക. പക്ഷേ മൂത്ത മകനാണ് ഇങ്ങനെയുള്ള ഒരു കൊടും ക്രൂരത ചെയ്തത് എന്ന കാര്യം താൻ ആക്രമിക്കപ്പെട്ടു എന്നത് അവർക്ക് അറിയാമല്ലോ. അവർക്കും സ്വാഭാവികമായും മനസ്സിലാക്കുന്നുണ്ടാകണം ഒരു പക്ഷേ.